പാലക്കാട് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ചുവരെഴുത്ത് നടക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ. അതിനുള്ള ഒരുക്കങ്ങൾ ഒക്കെ അവിടെ തുടങ്ങിയിരിക്കുന്നു. പാലക്കാട് ഇതാ ശോഭാ സുരേന്ദ്രൻ ചുവരെഴുതുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥിയുടെ പേരുണ്ടാകില്ല ആദ്യഘട്ടത്തിൽ. നേരത്തെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ചുവരെഴുത്ത് തുടങ്ങിയിരുന്നു. വട്ടിയൂർക്കാവിൽ ശ്രീലേഖയുടെ ചുവരെഴുത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ചുവരെഴുതുകയാണ്. രണ്ടാം തവണയാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് എത്തുന്നത്. 2016 പാലക്കാട് മത്സരിച്ചിരുന്നു. രണ്ടാം സ്ഥാനത്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. 17,000-ൽ പരം വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിലിനോട് അന്ന് ശോഭാ സുരേന്ദ്രൻ തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ തവണയാകുമ്പോഴേക്കും, അതായത് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഷാഫി പറമ്പിൽ 2021 പാലക്കാട് ജയിച്ചത് 3000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ്. അതൊരു വളരെ ടൈറ്റ് ആയിട്ടുള്ള പോരാട്ടം അവിടെ ഉണ്ടായിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരനായിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്. പിന്നീട് നടന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അതിന് തുടക്കം കുറിക്കുകയുണ്ടായി. ഇനി ഓരോ നിയോജക മണ്ഡലങ്ങളിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പാർട്ടി ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സംഘടനാ മെഷീനറി ശക്തമായി പ്രവർത്തന രംഗത്താണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് പാലക്കാട് കാണുന്നത്. അല്ല, പാർട്ടിയുടെ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ അഖിലേന്ത്യാ ഘടകവും ഞങ്ങളുടെ ഒരു കോർ ഗ്രൂപ്പ് സംവിധാനവും ഒക്കെ നിലനിൽക്കുന്ന, എന്നാൽ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളും കീഴ്വഴക്കങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടി തീരുമാനമെടുക്കും. അപ്പോൾ ഡിക്ലറേഷൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പേരടക്കം പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാം. ഇന്ന് തൽക്കാലം നിർവാഹം എന്താണ്? ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകം ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നത് വരെ ഒരാളുടെ പേരും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് അത് കാസർഗോഡോ തിരുവനന്തപുരത്തോ, പക്ഷെ പല മണ്ഡലങ്ങളിലും നിങ്ങളുടെ തന്നെ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞു. അപ്പൊ മാധ്യമ സുഹൃത്തുക്കൾ ചുവരെഴുത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സന്തോഷത്തോടു കൂടി നോക്കി കാണുകയാണ്.